ഓൺ സ്ക്രീനിലെ നായകൻ ഓഫ് സ്ക്രീനിൽ കൊടും വില്ലനായി. ഒരു മനുഷ്യജീവൻ ക്രൂരമായി ഇല്ലാതാക്കി. കന്നഡ സിനിമയിൽ ഏറെ ആരാധകരുള്ള താരമാണ് ദർശൻ തൊഗുദീപ. നടനോടുള്ള അതിരുവിട്ട ആരാധനയാണ് കൊല്ലപ്പെട്ടയാൾക്ക് വിനയായത്. സിനിമയെ വെല്ലുന്ന സംഭവങ്ങളാണ് നടന്നത്. ദർശന്റെ സുഹൃത്തായ നടിക്ക് അശ്ലീല സന്ദേശം അയച്ചതിനാണ് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ദർശന്റെ സംഘം കമ്പുകൊണ്ടും ബെൽറ്റ് കൊണ്ടും ക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത്. ക്രൂരമർദ്ദനത്തിന് ശേഷം ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് മരണത്തിനിടയാക്കിയത്. ചിത്രദുർഗ സ്വദേശിയും ഫാർമസി ജീവനക്കാരനുമായ 33-കാരൻ രേണുക സ്വാമിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ദർശൻ ഉൾപ്പെടെ 13 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സുഹൃത്തു നടിയുമായ പവിത്ര ഗൗഡയെയും അറസ്റ്റ് ചെയ്തു. പവിത്രയാണ് രേണുക സ്വാമിയെ ശിക്ഷിക്കാൻ ദർശനെ നിർബന്ധിച്ചതെന്ന് പോലീസ് പറയുന്നു. ദർശൻ ചിത്രദുർഗയിലെ ഫാൻസ് അസോസിയേഷൻ നേതാവ് രാഘവേന്ദ്രയെ ബന്ധപ്പെട്ടു. രാഘവേന്ദ്രയാണ് രേണുക സ്വാമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയത്. തൻ്റെ ഭർത്താവിനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് രാഘവേന്ദ്രയാണെന്ന് രേണുക സ്വാമിയുടെ ഭാര്യ പോലീസിന് മൊഴി നൽകി. രേണുക സ്വാമിയെ പിന്നീട് കാമാക്ഷിപാളയത്തെ ഒരു ഷെഡിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയ ദർശൻ ബെൽറ്റ് ഉപയോഗിച്ച് രേണുക സ്വാമിയെ അടിച്ചു. ബോധരഹിതനായപ്പോൾ സംഘത്തിലുള്ളവർ വടി കൊണ്ടടിച്ചു. പിന്നീട് ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആഘാതത്തിൽ രേണുക സ്വാമിയുടെ എല്ലുകൾ ഒടിഞ്ഞു. പിന്നീട് മൃതദേഹം ഓടയിൽ തള്ളി. ഭക്ഷണം വിതരണം ചെയ്യുന്ന കമ്പനിയിൽ പ്രവർത്തിക്കുന്ന യുവാവാണ് നായ്ക്കൾ ഭക്ഷിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ 3 പേർ കീഴടങ്ങി. സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമായി പറഞ്ഞത്. മൊബൈൽ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് നടന്റെ പങ്ക് വ്യക്തമായത്. ഭാര്യയുമായി അകന്നു താമസിക്കുന്ന ദർശനുമായി 10 വർഷമായി പവിത്ര ഗൗഡ അടുപ്പത്തിലാണ്. പവിത്രയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റിട്ടും നേരിട്ട് അശ്ലീല സന്ദേശങ്ങൾ അയച്ചും രേണുക സ്വാമി അപമാനിച്ചതാണ് കൊലപാതകത്തിന് കാരണം. ദർശന്റെ കടുത്ത ആരാധകനായ ഇയാൾ പവിത്രയുമായുള്ള ബന്ധത്തെ രൂക്ഷമായി എതിർത്തിരുന്നു. രേണുക സ്വാമിയെ 8-ന് ചിത്രദുർഗയിൽ നിന്നാണ് കാണാതായത്. പിന്നാലെ തൊട്ടടുത്ത ദിവസം ബംഗളൂരു സുമനഹള്ളി പാലത്തിന് സമീപത്തെ കനാലിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തു. 2011-ൽ ഭാര്യ നൽകിയ ഗാർഹിക പീഡന കേസിൽ ദർശൻ അറസ്റ്റിലായിരുന്നു. യുവതിയെ പട്ടിയെ വിട്ട് കടുപ്പിച്ചെന്ന കേസും മൈസൂരുവിലെ ഫാമിൽ അനധികൃതമായി ദേശാടനപക്ഷികളെ കൂട്ടിലടച്ചെന്ന കേസും ഇയാൾക്കെതിരെയുണ്ട്. കന്നഡയിലെ ടെലിവിഷൻ സിനിമാ താരമാണ് പവിത്ര ഗൗഡ. ഛത്രിഗലു സാർ ഛത്രിഗലു, അഗമ്യ, പ്രീതി കിതാബു തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2016-ലാണ് പവിത്രയുടെ ആദ്യ ചിത്രം പുറത്തു വന്നത്. മോഡലും ഫാഷൻ ഡിസൈനറും കൂടിയാണ് പവിത്ര. 10 വർഷത്തെ ബന്ധം എന്ന തലക്കെട്ടിൽ ഇൻസ്റ്റഗ്രാമിൽ ദർശനുമൊത്തുള്ള ചിത്രം പവിത്ര പങ്കുവച്ചിരുന്നു. ഇതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം പുറത്തായത്. 20 വർഷം മുമ്പ് ദർശൻ വിവാഹം കഴിച്ചിരുന്നു. വിജയലക്ഷ്മിയായിരുന്നു ദർശന്റെ ഭാര്യ. ഭാര്യയുമായി അകന്നു താമസിക്കുകയാണ് ദർശൻ. കൊല്ലപ്പെട്ട രേണുക സ്വാമി നടൻ ദർശന്റെ കടുത്ത ആരാധകനാണ്. കൊലപാതകം നടപ്പിലാക്കിയത് നടന്റെ ആരാധക സംഘടനയുമാണ്. പ്രിയ താരത്തോടുള്ള അതിര് കവിഞ്ഞ ആരാധന കാരണമാണ് നടി പവിത്ര ഗൗഡയുമായുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തെ രേണുക സ്വാമി എതിർത്തത്. ഇരുവരെയും ചേർത്ത് അപകീർത്തികരമായ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്തതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സിനിമകളിൽ കരുത്തരായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് കയ്യടി നേടിയ നടനാണ് ദർശൻ. കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ താരം പൊട്ടിക്കരഞ്ഞു. ദർശനും പവിത്രയും പലവട്ടം മജിസ്ട്രേറ്റിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. ഇതൊരു ആത്മഹത്യയാണ് എന്നാണ് പോലീസ് ആദ്യം കരുതിയത്. ശേഷം നടത്തിയ അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു. തുടർന്ന് മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ചതാണോ എന്ന തരത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലായവർ ഈ കൊലപാതക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സന്നദ്ധരായി. പോലീസ് നടത്തിയ തുടരന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും കൂടുതൽ പേർ പിടിയിലായി. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ദർശന്റെ പങ്ക് പോലീസ് മനസ്സിലാക്കിയത്. തുടർന്ന് ദർശനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ദർശനുമൊത്തുള്ള ഒട്ടേറെ ചിത്രങ്ങൾ പവിത്ര ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതിനെ രേണുക സ്വാമി ചോദ്യം ചെയ്തിരുന്നു. ദർശൻ ഫാൻസ് അസോസിയേഷൻ ചിത്രദുർഗ ജില്ലാ പ്രസിഡന്റ് രാഘവേന്ദ്രയാണ് കൊല്ലപ്പെട്ട രേണുക സ്വാമിയെ ദിവസങ്ങളോളം പിന്തുടർന്ന് പിടികൂടി ബാംഗ്ലൂരുവിൽ എത്തിച്ചത്. ദർശന്റെ മാനേജർ പവന്റെ നിർദ്ദേശത്തെ തുടർന്നാണിത്. കഴിഞ്ഞ 8-ന് രേണുക സ്വാമിയെ ചിത്രദുർഗയിൽ നിന്ന് കാണാതായതിനെ തുടർന്ന് അച്ഛൻ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ദർശനും മാനേജർ പവനും നടത്തിയ ഫോൺ കോളുകളും മറ്റ് ഡിജിറ്റൽ രേഖകളുമാണ് അറസ്റ്റിലേക്ക് എത്തിച്ചത്. നേരത്തെ ദർശന്റെ 2 സിനിമകളുടെ സംഘടന രംഗങ്ങൾ ചിത്രീകരിച്ച വിജനമായ 5 ഏക്കർ പറമ്പിലെ ഷെഡിലാണ് കൊലപാതകം നടന്നത്. ദർശന്റെ വീടിന് 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സ്ഥലം.